Good morning. Next we discuss about pointer arithmetics. പോയിന്റർ അരിത്തമാറ്റിക്സ് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് പോയിന്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് അത്രയേ ഉള്ളൂ. സോ അതിൽ നമ്മൾ പോയിന്ററുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കോഡുകളും അവരുടെ മീനിങ്സും ഒക്കെ നമ്മൾ എടുക്കും. അപ്പോൾ സ്റ്റാർ ഈസ് യൂസ്ഡ് ആസ് എ പോയിന്റർ ഓപ്പറേറ്റർ, ഒരു പോയിന്റർ ഓപ്പറേറ്റർ ആയിട്ടും അതുപോലെ തന്നെ ഇൻഡയറക്ഷണൽ ഓപ്പറേറ്റർ ആയിട്ടും സിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മെമ്മറിയിൽ അല്ലെങ്കിൽ ഒരു അഡ്രസ്സിൽ അല്ലെങ്കിൽ ഒരു പോയിന്ററിലുള്ള വാല്യൂവിനെ ആക്സസ് ചെയ്യാനാണ് സ്റ്റാർ ഓപ്പറേറ്റർ, യൂണറി സ്റ്റാർ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡീറെഫറൻസിങ് പോയിന്റർ കോഡുകൾ, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമ്മളുടെ കോഡ് ഇത്രയേ ഉള്ളൂ. ക്യാർ സ്റ്റാർ പി ഈസ് ഈക്വൽ ടു ക്യാരക്ടർ ടൈപ്പിലുള്ള ഒരു പോയിന്റർ വേരിയബിൾ ആണ് പി. ഓക്കെ, അതിലേക്ക് ചെല്ലുന്ന വാല്യൂ ഒരു സ്ട്രിങ് ആണ് ABC. അപ്പൊ അതിന്റെ മെമ്മറി ഇങ്ങനെയായിരിക്കും, കണ്ടോ? പി ഫസ്റ്റ് ലൊക്കേഷന് പോയിന്റ് ചെയ്യും, എന്നിട്ട് അതിൽ എ ഉണ്ട്, അടുത്ത ലൊക്കേഷനിൽ ബി ഉണ്ട്, അടുത്ത ലൊക്കേഷനിൽ സി ഉണ്ട്. ഇത് ക്യാരക്ടർ ആയതുകൊണ്ട് 1 വെച്ചിട്ടുള്ള ഓരോ ബൈറ്റാണ് ഓരോ ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പം ഇതാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ ഡീറെഫറൻസ് ചെയ്യാം, അതായത് ലൊക്കേഷനിൽ നിന്ന് എങ്ങനെ വാല്യൂ കിട്ടും. അപ്പോൾ അഡ്രസ് ഇൻ പി 1000, 1001, 1002 ആണ്. വാല്യൂസ് ഇൻ പി ABC ആണ്. ഡബിൾ കോഡ്സിൽ കൊടുത്തത് സിംഗിൾ കോഡ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് പിയിൽ ഉണ്ടാവുക. ഇനി പി എന്ന വാരിയബിൾ വെച്ച് ABC ഇവരെ കിട്ടണം. അതിന് നമുക്ക് പല കോഡും യൂസ് ചെയ്യാം. ഇപ്പൊ കറന്റ്ലി എന്താണോ പിയിലുള്ളത് അതിനെ കിട്ടണം. അപ്പൊ ആരെയാണ് പി പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്? ഫസ്റ്റ് ലൊക്കേഷൻ, അതിൽ എ ഉണ്ട്. അപ്പൊ സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ നമുക്ക് എ കിട്ടും. അല്ലെങ്കിൽ ഇത് ഒരു ക്യാരക്ടർ അരയാണ്, അതിൽ 3 ലൊക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ലൊക്കേഷന്റെ സ്റ്റാർ എടുക്കുക, സ്റ്റാർ പി ഓഫ് 0, അപ്പോഴും എ കിട്ടും. ഇല്ലെങ്കിൽ പിയുടെ കൂടെ 0 ആഡ് ചെയ്യുക, കാരണം സ്റ്റാർ പിന്റെ കൂടെ ഒരു 0 കൂടെ ആഡ് ചെയ്താലും സെയിം ഇതല്ലേ. അപ്പൊ ആ ഫസ്റ്റ് ലൊക്കേഷനിലെ വാല്യൂ കിട്ടാനുള്ള വഴിയാണ് സ്റ്റാർ പി, അല്ലെങ്കിൽ സ്റ്റാർ പി ഓഫ് 0, അല്ലെങ്കിൽ സ്റ്റാർ മൊത്തം ഹോൾ സ്റ്റാർ പി പ്ലസ് 0. ഓക്കെ, ഇനി അടുത്ത എലമെന്റ് ആണ് ബി ആരേല്. അപ്പോ സ്റ്റാർ പി പറ്റില്ല. പി പ്ലസ് പ്ലസ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർ പി എന്ന് വിളിക്കുകയാണെങ്കിൽ ബി കിട്ടും. പക്ഷെ തനിയെ നിൽക്കുന്ന സ്റ്റാർ പിയിൽ നിന്ന് കിട്ടാൻ വകുപ്പില്ല. ഓക്കെ, അതുകൊണ്ട് സ്റ്റാർ പി ഓഫ് 1 വിളിച്ചാൽ എന്ത് കിട്ടും? 0 വിളിച്ച എ, 1 വിളിച്ച ബി, 2 വിളിച്ച ആരെ കിട്ടും? സിയും കിട്ടും. ഇനി 0 ആഡ് ചെയ്തതിന് പകരം 1 ആഡ് ചെയ്ത ബി കിട്ടും, 2 ആഡ് ചെയ്ത സി കിട്ടും. പിന്നെ സ്റ്റാർ പിയിൽ നിന്ന് തന്നെ ബി കിട്ടണമെങ്കിൽ പിനെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യണം, പി പ്ലസ് പ്ലസ്, അതിനുശേഷം സ്റ്റാർ പി വിളിക്കുക, അപ്പൊ നമുക്ക് ബി കിട്ടും. ഒന്നും കൂടെ പ്ലസ് പ്ലസ് ചെയ്താൽ പിന്നെ സ്റ്റാർ പി വിളിച്ചാൽ നമുക്ക് സി ആണ് കിട്ടുക. അതാണ് ഡീറെഫറൻസിങ്. ഡീറെഫറൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അഡ്രസ്സിൽ നിന്ന് എങ്ങനെ വാല്യൂ കിട്ടും. അഡ്രസ് എന്ന് പറഞ്ഞാൽ പോയിന്റർ വേരിയബിൾ ആണ്. ഓക്കെ, ഇനി പോയിന്റർ അരിത്തമാറ്റിക്സിലാണ് നമ്മൾ ഡീറെഫറൻസിങ് ചർച്ച ചെയ്തത്. എന്താണ് പോയിന്റർ അരിത്തമാറ്റിക്സ്? ഇസ് എ സെറ്റ് ഓഫ് വാലിഡ് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഓൺ പോയിന്റർ. പോയിന്ററിന് മുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാലിഡ് ആയിട്ടുള്ള കുറച്ച് അരിത്തമാറ്റിക് ഓപ്പറേഷൻസിനെയാണ് പോയിന്റർ അരിത്തമാറ്റിക് എന്ന് പറയുന്നത്. ദ പോയിന്റർ വാരിയബിൾ സ്റ്റോർ ദ മെമ്മറി അഡ്രസ് ഓഫ് അനദർ വാരിയബിൾ. ഇറ്റ് ഡസ് നോട്ട് സ്റ്റോർ എനി വാല്യൂ. അതൊരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നില്ല, അഡ്രസ്സ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്പറേഷൻസും അവരുടെ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ നോർമൽ കേസ് ആവില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഇൻഡിജർ വാല്യൂവിന്റെ മുകളിലുള്ള എ പ്ലസ് പ്ലസ് ആവില്ല സ്റ്റാർ പിയുടെ മുകളിലുള്ള പ്ലസ് പ്ലസ്. കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി പിന്നെ ലിമിറ്റഡും ആണ്. കുറച്ച് കാര്യങ്ങളെ നമുക്ക് പോയിന്റർ വേരിയബിളിന്റെ മുകളിൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ല പവറൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇൻക്രിമെന്റ് ചെയ്യാം, ഡിക്രിമെന്റ് ചെയ്യാം, ഒരു ഇൻറ്റിജർ വാല്യൂ പോയിന്ററിന്റെ കൂടെ ആഡ് ചെയ്യാം. അതാണ് +0 +1 ഒക്കെ ചെയ്തില്ലേ. ഓക്കെ, പി പ്ലസ് പ്ലസ് ചെയ്തു. ഓക്കെ, അതാണ് ഇൻക്രിമെന്റ്. സബ്ട്രാക്ട് ചെയ്യാം. ഇനി 2 പോയിന്റർ വാരിയബിൾസിനെ പരസ്പരം മൈനസ് ചെയ്യാം.
അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്രയെന്ന് മനസ്സിലാവും. കമ്പയർ ചെയ്യുക, അതായത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെയും ഇവരെ യൂസ് ചെയ്യാം. ഇനി ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് സ്കെയിൽ ഫാക്ടർ അല്ലെങ്കിൽ ഇ സൈസ് എന്നുള്ള പറയുന്ന ടേം എന്താണെന്ന് നമുക്ക് അറിയണം. പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്യുന്നത് എന്ത് വെച്ചാണോ അതിനെയാണ് സ്കെയിൽ ഫാക്ടർ അല്ലെങ്കിൽ ഇ സൈസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് P1 = P1+1. അപ്പോൾ P++ന് തുല്യമാണ്. P1++ ആണ് P1 = P1+1 എന്ന് പറയുന്നത്. ഇനി P1 = P1+2 ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്തു പോകുന്ന ആ എക്സ്പ്രഷനാണ് P1++. അതായത് അതിനെ ഇൻക്രിമെന്റ് ചെയ്തു, അതാണ് അർത്ഥം. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ സപ്പോസ് 2800 ആണ് പിയിലുള്ള ലൊക്കേഷൻ വാല്യൂ. അപ്പോൾ ++ന്റെ മീനിങ് എന്താ? നോർമൽ കേസിൽ 1 ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ 2800 അല്ല ആവുക. ഇതൊരു ഇൻറ്റിജർ ടൈപ്പ് ആയതുകൊണ്ട് അത് 2 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ 2800 P1++ ചെയ്താൽ കിട്ടുക. അപ്പൊ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതായത് ഇത് 1 ആണ് കേട്ടോ. P1 = P1+2, അതായത് തുടർച്ചയായിട്ട് ഇൻക്രിമെന്റ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ഈ P1 = P+1 ആയാലും P1 = P1+2 ആയാലും അതിങ്ങനെ സോ ഓൺ പോവുകയാണ്. അതിനെ ഒറ്റയടിക്ക് റെപ്രസെന്റ് ചെയ്യുന്നതാണ് P1++. അതായത് അത് ലൂപ്പിൽ ഇട്ടാൽ എപ്പോഴും ++ ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെ പ്ലസ് ചെയ്താലും ഇത് പോയിന്റർ ആയതുകൊണ്ട് ആ പോയിന്റർ ഏത് ടൈപ്പ് ആണോ ആ ടൈപ്പ് വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യുക. സോ ആ ഇൻക്രിമെന്റ് ചെയ്യുന്ന ലെങ്തിനെയാണ് സ്കെയിൽ ഫാക്ടർ അല്ലെങ്കിൽ ഇ സൈസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആൾറെഡി അറിയുന്നതാണ്. ക്യാരക്ടർ ആണെങ്കിൽ 1 ബൈറ്റ്, ഇൻറ്റിജർ ആണെങ്കിൽ 2 or 4 ബൈറ്റ് ഈസ് ബേസ്ഡ് ഓൺ മെഷീൻ. പിന്നെ ഫ്ലോട്ട് ആണെങ്കിൽ 4 ബൈറ്റ്, ലോങ് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ 4 ബൈറ്റ്, ഡബിൾ ആണെങ്കിൽ 8 ബൈറ്റ്. ഓക്കെ, ഇനി ഇവിടെ ഇൻഡയറക്ഷണൽ ഓപ്പറേറ്ററിന്റെ യൂസ് കാണിക്കുന്ന, നമ്മൾ ഇതുവരെ അഡ്രസ് ഓപ്പറേറ്ററിന്റെ യൂസേ കണ്ടിട്ടുള്ളൂ. അതായത് ഒരു വാരിയബിളിനെയും പ്രിന്റ് ചെയ്യും, അയാളുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത പോയിന്റർ വാരിയബിളിനെയും പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി അതല്ല, നമ്മൾ വാരിയബിളിൽ നിന്ന് വാല്യൂം പ്രിന്റ് ചെയ്യും, അതിന്റെ അഡ്രസ്സും പ്രിന്റ് ചെയ്യും. അതേപോലെ തന്നെ പോയിന്റർ വാരിയബിളിന്റെ അഡ്രസ്സും പ്രിന്റ് ചെയ്യും, അതിന്റെ അകത്തുള്ള ആളെയും നമ്മൾ പ്രിന്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഡീറെഫറൻസിങ് ഓപ്പറേറ്റർ സ്റ്റാറും ഉണ്ട്, അഡ്രസ് ഓപ്പറേറ്റർ ആൻഡും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ കോഡിലൂടെ നമ്മളൊന്ന് പോവാണ്. വോയിഡ് മെയിൻ ഇതെല്ലാവർക്കും അറിയാലോ അല്ലെ. അപ്പോൾ ഇൻറ്റു വോയിഡ് മെയിൻ ആണ്, അതുകൊണ്ട് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കാം. 2 ഇൻറ്റിജർ വാരിയബിൾസ് ആണ് എക്സ് ആൻഡ് വൈ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒരു പോയിന്റർ വാരിയബിൾ ആണ് PTR, അത് ഇൻറ്റിജർ ടൈപ്പ് ആണ്. എക്സിന്റെ വാല്യൂ 10 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. PTR എന്ന് പറഞ്ഞാൽ എക്സിന്റെ അഡ്രസ് ആണ്, വൈ എന്ന് പറഞ്ഞാൽ *PTR ആണ്. അപ്പോൾ എക്സ് 10 ആണ്, വൈയും 10 തന്നെയാണ്. കാരണം എന്താ? *PTR എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് എക്സ് പ്രിന്റ് ചെയ്യുന്നു. %d is stored at %u or %p യൂസ് ചെയ്യുക കേട്ടോ. എക്സ് ആൻഡ് ആംബർസെന്റ് എക്സിൽ 10 ഉണ്ട്, അത് ഇന്ന ലൊക്കേഷനിൽ എന്ന് പറയുന്നു. ഇനി PTR വെച്ച് നമ്മൾ ഇതേ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാണ്. ഓക്കെ, വാല്യൂ അറ്റ് പോയിന്റർ PTR. അപ്പോൾ വാല്യൂ ആണ് PTR അഡ്രസ്സും, അതായത് ആംബർസെന്റ് എക്സിന് പകരമാണ് PTR, എക്സിന് പകരമാണ് *PTR. ഓക്കെ, നമ്മൾ പഠിച്ചതാണ് കാര്യം. ഇനി ഡാഷ് ഈസ് സ്റ്റോർഡ് അറ്റ് %u. വൈ ആംബർസെന്റ് വൈ ഇട്ടിട്ട് കാര്യമല്ല, വൈയിൽ എന്താ ഉള്ളത്? എക്സ് ആണ്. അപ്പൊ എക്സിന്റെ അഡ്രസ് ആണ് അവിടെ പ്രിന്റ് ചെയ്യുക. ഓക്കെ, വൈ വേറെ ഏതോ ലൊക്കേഷനാണ്, അവിടെയും എക്സ് ആണ്. കാരണം എന്താ? നമ്മൾ വേറൊരു വാരിയബിളിലേക്ക് ഈ എക്സിന്റെ വാല്യൂവിനെ അസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ *PTR എന്ന് പറഞ്ഞിട്ട് 25 ആക്കി. അപ്പോൾ എക്സ് ഇപ്പൊ എന്താണ്? 25 ആണ്, അല്ലാതെ 10 അല്ല. ഓക്കെ, അതായത് നമ്മൾ എക്സ് ഈക്വൽ ടു 25 എന്നല്ല പറഞ്ഞിരിക്കുന്നത്, എക്സിന്റെ വാല്യൂ PTR വെച്ച് നമ്മൾ മാറ്റി. അതായത് *PTR 25 ആണെന്ന് പറഞ്ഞു. *PTR എന്താ? എക്സ് ആണ്.
ആംപർസൻഡ് എക്സിൽ സ്റ്റാർ അപ്ലൈ ചെയ്ത ക്യാൻസൽ ആയിട്ട് എക്സ് ആയിട്ട് മാറും. സോ അപ്പൊ അങ്ങനെ. ഇനി 1 മുതൽ 100 വരെ നമുക്ക് എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. നമുക്ക് ഇൻറ്റ് ഐ ഈക്വൽ ടു 1 മുതൽ ഒരു ഫോർ ലൂപ്പ് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും വൈൽ ലൂപ്പ് വഴിയോ നമുക്ക് 100 വരെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ഐ പ്ലസ് പ്ലസ് ചെയ്താൽ 1 മുതൽ 100 വരെ കിട്ടും. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് പോയിന്റർ വെച്ചിട്ടാണ്. അതുകൊണ്ട് stdio.h കോണിയോന്റെ ആവശ്യമില്ല. വോയിഡ് മെയിൻ ഇൻറ്റ് ഐയും സ്റ്റാർ പിയും പി എന്ന് പറഞ്ഞാൽ ആംപർസൻഡ് ഐ. ഇനി ഐ യൂസ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ സ്റ്റാർ പി യൂസ് ചെയ്യാം. അപ്പൊ ഐ ഈക്വൽ ടു 1ന് പകരം സ്റ്റാർ പി ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100ന് പകരം സ്റ്റാർ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100, ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ബ്രാക്കറ്റ് സ്റ്റാർ പി പ്ലസ് പ്ലസ്. എന്നിട്ട് ഐ പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യും? സ്റ്റാർ പി പ്രിന്റ് ചെയ്യും. ഇതാണ് പോയിന്ററും നോർമൽ വാരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ ഒരു പോയിന്ററിൽ നിന്ന് നോർമൽ വാരിയബിൾ വാല്യൂ കിട്ടാൻ സ്റ്റാർ പി ഡി റെഫറൻസിങ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ.